കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 മരണം. കോളാരി സ്വദേശി കുഞ്ഞാമിന, ചൊക്ലി സ്വദേശി ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. മലയോര മേഖലയിൽ മഴ കനത്തതോടെ കോഴിക്കോട് പുനൂർ പുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും കര കവിഞ്ഞൊഴുകുകയാണ്. മലപ്പുറം എടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന് മുന്നിലേക്ക് മരം കടപുഴകി വീണു. കണ്ണൂരിൽ ഇന്നലെ മുതൽ കനത്ത മഴ തുടരുകയാണ്. മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. ചൊക്ലി ഓളവിലത്ത് വയോധികൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടം. ഇന്ന് രാവിലെ മൃതദേഹം വെള്ളക്കെട്ടിൽ കണ്ടെത്തുകയായിരുന്നു. മട്ടന്നൂരിൽ ഇന്നലെ വൈകുന്നേരം വയോധികയും വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിരുന്നു. കോളാരിയിലെ കുഞ്ഞാമിനെയാണ് വീടിന് സമീപമുള്ള വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇരവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. പുഴകളുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇരവഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള മുക്കത്തു നിന്നും ചോവനാട് പോകുന്ന റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മാവൂർ കച്ചേരിക്കുന്നിൽ 3 വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കോട്ടൂളി തെക്കുംതായാട്ട് വീട്ടിൽ ചന്ദ്രന്റെ പുരയിടത്തിൽ രാത്രി കിണറിടിഞ്ഞു താഴ്ന്നു. മലപ്പുറം എടവണ്ണപ്പാറയിൽ ബസ്സിന് മുകളിൽ മരം കടപുഴകി വീണു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വൻ ദുരന്തമൊഴിവായത്. അപകടത്തിൽ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റു. മുക്കം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. കാടാമ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കാടാമ്പുഴ പടിഞ്ഞാറ് നിരത്ത് സ്വദേശി പൊതിയ ഹനീഫയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. രാവിലെ 8:45 ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിക്ക് മുകളിലേക്കാണ് മരം വീണത്. വാഹനത്തിൽ കുടുങ്ങിയ 2 പേരെയും അരമണിക്കൂറിലധികം സമയമെടുത്താണ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൂടെയുണ്ടായിരുന്ന വ്യക്തിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. റിപ്പോർട്ടർ, കോഴിക്കോട്.